അമ്മക്കുട്ടി ശരിയല്ലേ. അതും പപ്സായിട്ടല്ല നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. കാബേജ്. ഇതെന്തിനാ അമ്മ തിളച്ച വെള്ളത്തിൽ ഇടുന്നേ അറിയാവോ? ഏതാ? അല്ല, മൻഡാരിൻ എന്ന് പറയുന്ന ഭാഷ. തിന്നാൻ പറ്റും, അതുകൊണ്ടല്ല. ചൈനക്കാരെല്ലാം കാണാൻ ഒരുപോലെ ഇരിക്കുന്നുണ്ടല്ലോ, അതിനാ അങ്ങനെ? ഞാൻ എന്താ ഇപ്പൊ ഇങ്ങനെയാണ് മടക്കുന്നത്. അമ്പടി വള്ളി കണ്ടുപിടിച്ചല്ലേ. മാത്രം മതി കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലജിത. എൻ്റെ കൊച്ചു വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചൈനീസ് കാബേജ് വെച്ചിട്ട് ഒരു പപ്സ് ഉണ്ടാക്കി തരാട്ടോ. ചൈനയിൽനിന്നാണ് ഈ സാധനം വരുന്നത്? അല്ല, ഇവിടെ ഇന്ത്യയിൽ നിന്ന് തന്നെ. ചൈനീസ് കാബേജ് എന്ന് പേര്? അത് ആദ്യ കാലങ്ങളിലൊക്കെ ഇത് ചൈനയിൽ മാത്രം കൃഷി ചെയ്യുള്ളായിരുന്നു. ഇപ്പം പക്ഷെ നമ്മുടെ ഇന്ത്യയിലും കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ സാധനം ഉണ്ടാക്കിയില്ലേ? അത് ഇതും വെച്ചിട്ടില്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ മറ്റേ കാബേജ് വെച്ചിട്ടല്ലോ ഉണ്ടാക്കിയത്. ശരിയല്ലേ. അതും പപ്സായിട്ടല്ല നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. കാബേജ്. അത് നമ്മൾ വേവിച്ചെടുക്കുമല്ലായിരുന്നു ചെയ്തേ. പക്ഷെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പക്ഷെ അത് എനിക്ക് ഇഷ്ടമായിരുന്നു. ആണോ? പക്ഷെ ഇതിന് എന്നെക്കാളും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഉണ്ടാക്കാം. ഇതെന്തിനാ തിളച്ച വെള്ളത്തിൽ ഇടുന്നേ? ഇതേ മയം വന്നാലുള്ള നമുക്ക് ഇതിനകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ചുരുട്ടുമ്പോൾ നമ്മുടെ മുഴുവൻ പൊട്ടിപ്പോവല്ലേ. ഇതിനാണെങ്കിൽ തീരെ കട്ടി കുറഞ്ഞ ഇലയല്ലേ. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് വാടി കിട്ടണം നമുക്ക്. കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പാറൂസേ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ എന്നറിയാവോ കുഞ്ഞിന്? ഏതാ? അല്ല, മലയാളം നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ സംസാരിക്കുള്ളൂ കേട്ടോ. ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ. രണ്ടാമത് ഏത് ഭാഷ എന്നറിയാവോ? ഏതാ? അല്ല, മൻഡാരിൻ എന്ന് പറയുന്ന ഭാഷ കേട്ടോ. അതൊരു ചൈനീസ് ഭാഷയാണ്. പണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നത് മൻഡാരിൻ എന്ന ഭാഷയായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഇംഗ്ലീഷ് ഇപ്പം കയറി വന്നത് കേട്ടോ. തിന്നാൻ പറ്റാത്തതുകൊണ്ടാണോ? തിന്നാൻ പറ്റും, അതുകൊണ്ടല്ല. ഇതിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് നമ്മൾ ഇത് നമ്മുടെ ഫില്ലിങ് വെച്ചിട്ടേ ചുരുട്ടുമ്പോഴത്തേനും അവിടെ കട്ടി ആയതുകൊണ്ട് അത് ചുവന്ന് ഇരിക്കുകയില്ല. അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം അത് ചുരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ്. ഇനി ഇതിനകത്ത് വെക്കാൻ നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സവാള ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് പച്ചമുളക്, എരിയൊന്നുമില്ല, വലിയ എരിവൊന്നുള്ള പച്ചമുളകല്ല കേട്ടോ. പിന്നെ അതിലേക്ക് ക്യാരറ്റ്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ചൈനക്കാരെല്ലാം കാണാൻ ഒരുപോലെ ഇരിക്കുന്നുണ്ടല്ലോ, അതിനാ അങ്ങനെ? അങ്ങനെ ഒരുപോലെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ അവരെ കണ്ട ഒരുപോലെയൊക്കെയാണെന്ന് തോന്നുമെങ്കിലും അവർക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ കാലാവസ്ഥ, അവരുടെ ഭക്ഷണ രീതി, അവരുടെ ജീവിത രീതി, അതൊക്കെ നമ്മളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമല്ലേ. അപ്പോൾ കാഴ്ചയ്ക്ക് അങ്ങനെ തോന്നും കേട്ടോ. ആ ഉപ്പ് ഇങ്ങെടുത്തേ പാർക്കുട്ടാ. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി പൊടികളെല്ലാം മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയാവും. പുഴുങ്ങിയ മുട്ടയെക്കൂട്ടാണ് എനിക്കറിയാവോ? ഇത് നമ്മൾ പപ്സ് ഉണ്ടാക്കാൻ പുഴുങ്ങിയ മുട്ടയല്ലേ. അപ്പൊ എനിക്കറിയില്ലേ. കുഞ്ഞിന് വേണ്ടിട്ടല്ലേ പപ്സ് ഉണ്ടാക്കണേ. പിന്നെന്തിനാ വിഷമിക്കുന്നേ?
ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഇനി ഇതുപോലെ ഓരോ കാബേജ് ലീഫും എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ടയുടെ പകുതിയും അതുപോലെ തന്നെ ആ ഫില്ലിങ് ഉണ്ടാക്കിയോടെ വെച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ കാണിക്കുന്ന രീതിക്ക് തന്നെ ഫോൾഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് വെളിയിൽ പോവാത്ത രീതിക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ എന്താ ഇപ്പം ഇങ്ങനെയാണ് മടക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വെളിയിലേക്ക് സാധനമൊന്നും പോവില്ല അതിനുള്ളിലുള്ളത്. അമ്മ ക്യാബേജ് 5 മുട്ട 6 ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുക്കുക. അമ്പടി വള്ളി കണ്ടുപിടിച്ചല്ലേ. ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് മുട്ടയും വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വേറെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 മുട്ട ഞാനിപ്പോൾ പൊട്ടിച്ചിടുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വേണ്ട, ഇത് മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ബ്രെഡിൻ്റെ പൊടി എടുക്കണം. എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ കാബേജ് എടുത്ത് മുട്ടയിൽ മുക്കി കൊടുത്തിട്ട് അത് ബ്രെഡ് പൊടിയിലൂടെ മുക്കി കൊടുത്തിട്ട് ആ ചൂടായ പാത്രത്തിൽ എണ്ണയിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കും. അപ്പം റെഡിയാവുമല്ല, അത് വേഗണ്ടേ. എല്ലാം വെച്ച് കൊടുക്കട്ടെ കേട്ടോ. തീ കൂട്ടി വെക്കണ്ട കേട്ടോ. ഇതേ നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന സാധനം എല്ലാം വെന്ത സാധനങ്ങളല്ലേ, പുറമേ മാത്രം ഫ്രൈ ആയാൽ മതിയല്ലോ. അതുകൊണ്ട് തീരെ കുറഞ്ഞ് തീരിരുന്നിട്ട് ഇത് വെന്താൽ മതി കേട്ടോ. നമുക്ക് മറിച്ചും തിരിച്ചു നോക്കിയിട്ട് വേവിച്ചെടുക്കണം. ഒരു വശം മൂക്കുമ്പോൾ അപ്പുറത്തെ വശത്തോട്ട് മറിച്ചിടണം. എന്താ അപ്പോൾ പാറൂസിൻ്റെ ചൈനീസ് കാബേജ് പപ്സ് റെഡിയായി. ചൂടാറട്ടെ കേട്ടോ. അല്ല, തരാട്ടോ. ഈ ചൈനീസ് കാബേജ് പപ്സ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ചുമ്മാ പറയല്ല കേട്ടോ, വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.